ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1945 ഓഗസ്റ്റ് 9 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ജപ്പാനിലെ 2 പട്ടണങ്ങളായ ഹിരോഷിമയിലേക്കും നാഗസാക്കിയിലേക്കും അണുബോംബ് വർഷിക്കുന്നു. 1,50,000 മുതൽ 2,46,000 വരുന്ന ജനങ്ങളാണ് ഈ ഒരു ആണവ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രം ഇനി കൂടിയുണ്ട്. ഈ ഒരു ആണവ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരെ പിന്നീട് കാത്തിരുന്നത് ക്യാൻസർ പോലുള്ള മാരാരോഗങ്ങളായിരുന്നു. അത്രമാത്രം നാശനഷ്ടമാണ് ഈ ഒരു ദുരന്തം വരുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരും ഇതറിയാതെ പോവുകയുമില്ല, ആരും തന്നെ ഇതിനെ മറക്കുകയുമില്ല. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഇൻസിഡന്റ് നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് റഷ്യയുടെ RS-28 എന്ന് പറയുന്ന മിസൈല് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ICBM ആയി മാറാൻ കാരണമെന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ICBM അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ICBMകൾ ഉണ്ടായിരിക്കും. ഈ ICBM എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർഹെഡുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ വഹിക്കുന്ന മിസൈലുകളാണ് ICBM എന്ന് പറയുന്നത്. അതും വളരെ ലോങ് റേഞ്ചിലുള്ള ഓപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ICBMകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് 25 ICBMകളാണുള്ളത്. ഇതിൽ അഗ്നി 5 എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിസൈൽ. പ്രൈമറിലി ആയിട്ട് നിൽക്കുന്ന മിസൈൽ എന്ന് പറയുന്നത് അഗ്നി 5 ആണ്. ഏതാണ്ട് 7,000 കിലോമീറ്റർ റേഞ്ചാണ് അഗ്നി 5-നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ RS-28 റഷ്യയുടെ RS-28 അല്ലെങ്കിൽ സാത്താൻ 2 എന്നറിയപ്പെടുന്ന പവർഫുൾ ആയിട്ടുള്ള ഈ മിസൈലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ സയൻസ് ബ്രോ ഈസ് ഹിയർ. അപ്പോൾ RS-28 ഓർ സാത്താൻ 2 എന്ന ഓമന വിളിപ്പേരുള്ള റഷ്യയുടെ തന്നെ വജ്രായുധം. സാത്താൻ 2 എന്ന് പറയുമ്പോൾ 2 ആണ്, അതായത് 2ാം സ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ സാത്താൻ 1 ഈ ഒരു മിസൈലിനെ കാണും, തീർച്ചയായിട്ടും ഉണ്ട്. ആ മിസൈലിൻ്റെ 2ാമത്തെ പതിപ്പാണ് അല്ലെങ്കിൽ 2ാമത്തെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ഒരു RS-28 എന്ന് പറയുന്നത്. അപ്പോൾ സാത്താൻ 1 അല്ലെങ്കിൽ R-36M എന്ന് പറയുന്ന മിസൈൽ, ഇത് 1970കളിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന റഷ്യ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മിസൈൽ, ഒരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലോങ് റേഞ്ചർ മിസൈലാണ്, ICBM ആണ് ഈ R-36M അല്ലെങ്കിൽ സാത്താൻ 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10,200 കിലോമീറ്റർ തൊട്ട് 16,000 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇത് 1975 മുതൽ 83 വരെ ആയിരുന്നു റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഔദ്യോഗികമായിട്ട് അവരുടെ ഓപ്പറേഷനുകളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു മിസൈലിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ റഷ്യയായി മാറി. അങ്ങനെ ആ ഒരു സമയത്ത്, അപ്പം വ്ളാഡിമിർ പുടിൻ്റെ ആ ഒരു സമയത്താണ് ഇതിൻ്റെ, അതായത് ഇതുപോലെയുള്ള ഒരു സാത്താൻ 1 അല്ലെങ്കിൽ ഈ മിസൈൽ പോലെ ഒരു മിസൈൽ നമുക്കും വേണം, അതുപോലെ ഒരു മിസൈൽ നമുക്ക് ആവശ്യമാണ് എന്ന ഒരു ആവശ്യം മുന്നോട്ട് വന്നതുകൊണ്ടാണ് അവർ ഈ RS-28M അല്ലെങ്കിൽ സാത്താൻ 2 എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ നിർമ്മിക്കാൻ കാരണമായത്. അങ്ങനെ ഇത് മാർച്ച് 1, 2018 വ്ളാഡിമിർ പുടിൻ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയത് ഏപ്രിൽ 20, 2022 2023 ഇത് ഒഫീഷ്യലായിട്ട് ഇവരുടെ ഓപ്പറേഷനുകളിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഈ മിസൈലിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് നടത്തുന്ന പ്രൊസീജിയറുകളെ കുറിച്ചാണ്. ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, അതിന് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. അതുപോലെ തന്നെ ഈ മിസൈലിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ICBM ആണ് ഈ RS-28 എന്ന് പറയുന്നത്. ഈ RS-28 ഈ മിസൈൽ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലും ഇതിന് ചെന്നെത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിന് ചെന്ന് പതിച്ച് അവിടെ ചാരമാക്കി മാറ്റാൻ സാധിക്കും. 10 വാർഹെഡുകളാണ് അല്ലെങ്കിൽ ആണവ പോർ മുനകളാണ് ഈ ഒരു മിസൈലിനുള്ളിലുള്ളത്, അല്ലെങ്കിൽ ഈ മിസൈലിന് വഹിക്കാൻ സാധിക്കുന്നത്. ഈ മിസൈലിൻ്റെ പ്രഹരശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കമ്പാരിസൺ നടക്കുകയാണെങ്കിൽ, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഹിരോഷിമ നാഗസാക്കി കാര്യം പറഞ്ഞത്. ഈ ഹിരോഷിമയിൽ ഇവർ ഇട്ടിട്ടുള്ള
ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആണവ ബോംബിൻ്റെ പ്രഹരശക്തിയേക്കാൾ അതുണ്ടാക്കിയ നാശനഷ്ടത്തിൻ്റെ 50 മടങ്ങ് നാശനഷ്ടമായിരിക്കും ഈ ഒരു മിസൈൽ ചെന്ന് പതിക്കുന്ന പ്രദേശത്ത്, ആ ഒരു പരിസരത്തോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കേരളത്തിൽ വന്ന് ഇത് പതിക്കുകയാണെങ്കിൽ, റഷ്യ കേരളത്തിലേക്ക് മിസൈൽ വിടുകയാണെങ്കിൽ മിനിമം ഒരു 2 ജില്ലയെങ്കിലും ഒരേ സമയം കത്തിച്ച് ചാമ്പലാക്കാനുള്ള കരുത്ത് ഈ മിസൈലിനുണ്ട്. അത്രയ്ക്കും പവർഫുൾ ആണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. 35.3 മീറ്റർ നീളമാണ് ഈ മിസൈലിനുള്ളത്. നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത് ഒരു 10 മുതൽ 15 നില കെട്ടിടത്തിന്റെ വലിപ്പം ഉണ്ടാകും ഇതിന്. കൂടാതെ 3 സെന്റിമീറ്റർ വ്യാസവും ഇതിനുണ്ട്. ഇത്തരം മിസൈലുകൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ ലോഞ്ച് പാഡുകളിലോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഗോ ട്രക്കോ അങ്ങനെ എന്തെങ്കിലും പോലത്തുള്ള മൊബൈൽ വെഹിക്കിൾസിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഇങ്ങനെ ഇത് വച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ മിസൈൽ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്താൻ ആ രാജ്യം റെഡി ആയിരിക്കണം എന്നത് മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതെന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു മിസൈൽ നമുക്ക് അങ്ങ് വിക്ഷേപിക്കാൻ സാധിക്കില്ല. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇതിന് മുന്നോടിയായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ മിസൈൽ ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ വാല്യൂ അവരതിലൊന്നും പുറത്തു വിട്ടിട്ടില്ല. എത്രയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പവർഫുൾ ആയിട്ടുള്ള അഗ്നി 5 ഇതിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 50 കോടി രൂപയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനെക്കാട്ടിയും എത്രത്തോളം കൂടുതലായിരിക്കും ഈ ഒരു മിസൈലിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് ആണ്. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ തന്നെ ടോപ്പ് മോസ്റ്റ് അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് ചിലപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരിലെ ഏറ്റവും വലിയ ഉന്നത മേധാവികളോ അങ്ങനെ വല്ല ആയിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ എപ്പോഴാണ് ഈ മിസൈൽ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തയ്യാറാവേണ്ടത് എപ്പോൾ എന്നായിരിക്കും ഈ മീറ്റിങ്ങിൽ ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ചാനലിലൂടെ ലോഞ്ച് സെൻറ്ററിലേക്ക് ഇവർ സെൻഡ് ചെയ്യുകയാണ്. ഈ ലോഞ്ച് സെൻറ്ററിൽ ഈ ലോഞ്ച് ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാലുടൻ അവിടെയുള്ള ഓഫീസർ അവരുടെ കയ്യിൽ നേരത്തെ നൽകിയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ടായിരിക്കും. ആ വെരിഫിക്കേഷൻ കോഡും ഈ റിസീവ് ചെയ്തിട്ടുള്ള ലോഞ്ച് ഓർഡറിലുള്ള വെരിഫിക്കേഷൻ കോഡുമായിട്ട് കമ്പാരിസൺ നടക്കുന്നു. ഇത് കമ്പാരിസൺ ചെയ്ത് ഇവ രണ്ടും മാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രോസസ്സിലോട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കോഡ് മാച്ച് ആയി കഴിഞ്ഞാൽ ഈ മിസൈലിൻ്റെ ഗൈഡൻസ് സിസ്റ്റത്തിലേക്ക് ഇവർ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ഈ മിസൈലിൻ്റെ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതായത് അത് തന്നെ ഈ ടാർഗറ്റിലേക്ക് എത്താനുള്ള എളുപ്പ വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു കാൽക്കുലേഷൻ നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ 2 മെയിൻ ഓഫീസർമാർ അവരുടെ കയ്യിൽ നൽകിയിട്ടുള്ള 2 കീകൾ കൺസോളിലേക്ക് ഒരേ സമയം ഇൻസേർട്ട് ചെയ്യുകയും 1 2 3 എന്ന കൗണ്ടിന് ശേഷം ഈ കീ കൺസോളിലേക്ക് ഇട്ട ഈ കീ അവർ ഒരേ സമയം തന്നെ സെയിം ഡയറക്ഷനിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മിസൈൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിന് ശേഷം മിസൈലിൻ്റെ ഈ ഓട്ടോമാറ്റിക്കലി ഉള്ള ഈ സിസ്റ്റം അവസാനവട്ട ചെക്കിംഗ് നടത്തി എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ ഓഫീസർ ലോഞ്ച് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ലോഞ്ച് ബട്ടൺ പ്രസ് ചെയ്തിട്ടുള്ള ഇതിൽ തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ലോഞ്ച് സിസ്റ്റം ആക്ടിവേറ്റ് ആയിപ്പെടുന്നു. ഈ ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് മിസൈലിൻ്റെ തലച്ചോറ് പോലെയാണ്. അതായത് പ്രീ ഡിറ്റർമൈൻ ചെയ്ത പാത്തിലൂടെ മിസൈലിനെ എയിം ചെയ്ത ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ഗൈഡൻസ് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു മിസൈലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പം എവിടെയെങ്കിലും ഇട്ട് പൊട്ടിച്ചാൽ പോരാ, കറക്റ്റ് ആ ലക്ഷ്യസ്ഥാനത്ത് വേണം അവർക്ക് ചെന്നെത്താൻ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ തലച്ചോറെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലോഞ്ച് സിസ്റ്റത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെ മിസൈലിൻ്റെ മെയിൻ എഞ്ചിൻ ഇഗ്നൈറ്റ് ആവുകയാണ്. മിസൈൽ ലോഞ്ച് ആവുന്നു. അത് കഴിഞ്ഞ് പ്രീ സെറ്റ് ചെയ്ത ടാർഗറ്റിലേക്കുള്ള യാത്ര. ഒരു ജിംബൽ പോലെയുള്ള എഞ്ചിനാണ് ഇതിനുള്ളത്. ഇത് ത്രസ്റ്ററുകളുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് സ്റ്റേജ് സെപ്പറേറ്റ് ആകുന്നു. അത് ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ മുകളിലെത്തുമ്പോഴാണ്. 12,250 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഈ സമയത്ത് മിസൈലിൻ്റെ വേഗത എന്നത്. പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഇഗ്നൈറ്റ് ആവുന്നു. മിസൈലിന്റെ 3 സ്റ്റേജിനും ഒരു എഞ്ചിനും ഓരോ ഫ്യൂൽ ടാങ്കും ഉണ്ടായിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് സെപ്പറേറ്റ് ആകുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ഇഗ്നൈറ്റ് ചെയ്യുന്നു. ഈ തേർഡ് സ്റ്റേജ് മിസൈലിനെ 1000 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലെത്തിക്കുന്നു. 24,500 കിലോമീറ്റർ പെർ അവർ സ്പീഡായിരിക്കും
ഇപ്പോൾ ഈ മിസൈൽ സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത്. മിസൈൽ സ്പേസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്പേസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മിസൈലിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഗ്യാസ് ത്രസ്റ്ററുകൾ മിസൈലിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രോളിങ്ങിന് സഹായിക്കുന്നു. 30 മിനിറ്റുകൾക്ക് ശേഷം മിസൈൽ ഭൂമിയിലേക്കുള്ള റീ എൻട്രി പോയിന്റിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് മൂന്നാമത്തെ സ്റ്റേജും സെപ്പറേറ്റ് ആവുന്നു. അതിനുശേഷം MIRV അല്ലെങ്കിൽ മിസൈൽ ഇൻഡിപെൻഡൻറ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് റിലീസ് ചെയ്യുന്നു. ഈ ഓരോ വെഹിക്കിളിലും ഒരു ന്യൂക്ലിയർ വാർഹെഡും ഒരു ഗൈഡൻസ് സിസ്റ്റവും താഴെയായി പ്രൊപ്പൽഷൻ യൂണിറ്റും കാണും. ഇതുപോലെ ഓരോ വാർഹെഡിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനമായിരിക്കും അസൈൻ ചെയ്ത് നൽകിയിരിക്കുന്നത്. 100 km/h വേഗതയിലായിരിക്കും ഈ വാർഹെഡുകൾ ഭൂമിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴുണ്ടാകുന്നത്. ഇതിൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ആ ഒരു വഴി ഒന്നും കൂടെ ഇത് ഫൈനലൈസ് ചെയ്യുന്നു. ഇത് ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ഇതിനുള്ളിലെ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഈ ആഘാതത്തിലാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായല്ലേ, ഒരു മിസൈലിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രത്തോളം നീണ്ടതാണ്. പക്ഷേ നീണ്ടതാണെങ്കിൽ കൂടിയും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തിനകത്തായിരിക്കും. 18,000 കിലോമീറ്റർ റേഞ്ചാണ് ഈ മിസൈലിനുള്ളത്. അതായത് ജനവാസമുള്ള ഭൂമിയിലെ ഏത് മേഖലയിലേക്കും നിഷ്പ്രയാസം ചെന്നെത്താൻ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നേരം മതി ഇതിന് ചെന്നെത്തി പതിച്ച് അവിടുത്തെ എല്ലാം ജീവനും അതുപോലെ തന്നെ ഇത്രയും നാളും മനുഷ്യൻ കെട്ടിയുയർത്തിയ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നശിച്ചു പോകാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരില്ല. അപ്പോൾ കാര്യം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ മിസൈൽ എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കണ്ടുപിടുത്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് തന്നെ മനുഷ്യരുടെ സ്വഭാവം വെച്ചിട്ട് ഓരോ രാജ്യത്തിനും ഓരോ മിസൈലിൻ്റെ ആവശ്യകത കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോകൾ ഇതുകൊണ്ട് മാത്രം കഴിയുന്നില്ല. ഇനി അടുത്ത വീഡിയോ ഉടൻ വരുന്നത് നമ്മുടെ റഷ്യയുടെ തന്നെ ഡെത്ത് ഹാൻഡ് എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തെക്കുറിച്ചാണ്. ഡെത്ത് ഹാൻഡ് എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഭവം ചിലപ്പോൾ എല്ലാവരും കേട്ടതായിരിക്കും. എന്തായാലും അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഉടൻ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി ആ വീഡിയോയുമായി കാണുന്നവരേക്കും